ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ ഖലീഫ എന്ന സിനിമ കാണാൻ. ഫസ്റ്റ് ഷോക്ക് 9 മണി. ഖലീഫ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ തിയേറ്റർ ഈ ഓണത്തിന് ആക്ഷൻ പടം നിങ്ങൾക്ക് തികച്ചും പോയി കാണണമെങ്കിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഖലീഫ എന്ന് ഞാൻ എടുത്ത് പറയാം. ഞാൻ വലിയ അമിത എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ പോയി തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടം. എനിക്ക് പടം ഓവറോൾ കൊള്ളാം, കണ്ടിരിക്കാവുന്നൊരു സിനിമയായിട്ട് തോന്നി. എന്നാൽ വലിയ അമിത എക്സ്പെക്റ്റേഷൻ വെക്കാതെ പോയി തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്, പക്ഷേ ഒരുപാട് അങ്ങ് അടങ്ങിയ ആക്ഷൻ സീൻസൊന്നും ഒരുപാടൊന്നുമല്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിലും അതുപോലെ സെക്കൻഡ് ഹാഫിലും അതുപോലെ ഫൈറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ വൈശാഖിൻ്റെ ടിപ്പിക്കൽ മാസ് പരിപാടിയൊക്കെ തന്നെ ഇവിടെയും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുറച്ച് അതായത് ഇതിൽ മറ്റേ ആ ഗോൾഡ് സ്മഗ്ലിങ് നടത്തുന്ന സീൻസൊക്കെ ഭയങ്കര വേറെ ലെവലിലൊക്കെ ആയിരുന്നു. പൃഥ്വിരാജിൻ്റെ ബിൽഡപ്പും ഫസ്റ്റ് ഹാഫിലുള്ള ആ ബിൽഡപ്പ് സീനും അതുപോലെ കിടുമായിരുന്നു. അപ്പോൾ അതും മാത്രമല്ല ലാലേട്ടനെ പറ്റിയുള്ള ബിൽഡപ്പ് സീൻസ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുമ്പോൾ ഭയങ്കര ഇമ്പാക്റ്റാണ് തിയേറ്ററിൽ കിട്ടിയത്. ഇതിൻ്റെ ഒരു നല്ലൊരു ഗംഭീര ഫസ്റ്റ് ഹാഫും അതുപോലെ അതിനേക്കാളും ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ എനിക്ക് കുറച്ചൊക്കെ താഴേക്ക് പോയാലും എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഒടുവിൽ ലാസ്റ്റേക്ക് എത്തിയപ്പോൾ പടം വീണ്ടും കത്തിച്ചു. ഇതിൽ പൃഥ്വിരാജും കൂടാതെ ഷമ്മി തിലകനും പിന്നെ നമ്മുടെ കത്തിയിലെ വില്ലനായിട്ട് അഭിനയിച്ച നീൽ നിതിൻ മുകേഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ റോളും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന പിന്നെ വേറൊരു കൂടാതെ ഇന്ദ്രൻസ് പുള്ളിക്കാൻ്റെ കൂടുതലധികം സ്പേസ് കുറവാണെങ്കിലും ഇതിൽ കിട്ടിയ സീൻസൊക്കെ ഇപ്പോൾ പുള്ളിയുടെ ഒക്കെ വേറെ ലെവലായിരുന്നു. പുള്ളി ഇന്ദ്രൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് കൂടാതെ ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ അടിച്ചത് ഇന്ദ്രൻസാണ്. പിന്നെ അവസാനത്തൊരു എൻട്രി ഉണ്ട് മോനെ, ലാലേട്ടൻ്റെ എൻട്രി ക്ലൈമാക്സ് ശരിക്കും കത്തിച്ചു. ഓവറോൾ ഖലീഫ എന്ന സിനിമ ഇതിൽ എനിക്ക് പോസിറ്റീവും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് തോന്നുന്നു വെച്ചാൽ ഇതിൻ്റെ വൈശാഖിൻ്റെ സ്ഥിരം മേക്കിങ്ങും അതുപോലെ ആക്ഷൻ സീക്വൻസും അതുപോലെ ജെയ്ക്സ് ബിജോൻ്റെ BGM ഒക്കെ കിടുമായിരുന്നു. മ്യൂസിക്കൊക്കെ കുഴപ്പമില്ലെങ്കിലും ജെയ്ക്സ് ബിജോൻ്റെ മ്യൂസിക്ക് വേറെ ലെവലായിരുന്നു. പ്രത്യേകിച്ച് ആ ഖലീഫയുടെ ഗ്ലിംസ് കണ്ട ആ മ്യൂസിക്കൊക്കെ ഫൈറ്റിൻ്റെ ഇടയിൽ കാണിക്കുമ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് തിയേറ്റർ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ ലാലേട്ടൻ്റെ അവസാനത്തെ എൻട്രി ശരിക്കും തിയേറ്റർ മൊത്തം കത്തിച്ചു. ഓവറോൾ എനിക്ക് എന്തായാലും തികച്ചും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലൊരു തിയേറ്റർ അനുഭവമാണ് സിനിമ നൽകിയത്. പിന്നെ ഈ സിനിമയ്ക്ക് പലതരം റെസ്പോൺസ് വേണമെങ്കിൽ ഇപ്പോൾ വന്നിരിക്കാം. അതുപോലെ നിങ്ങൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഓണത്തിന് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന, എന്നാൽ വലിയ അമിത എക്സ്പെക്റ്റേഷൻ കൂടാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന പടം. പിന്നെ ഈ സിനിമയിൽ വേറെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഈ സിനിമയിലെ മറ്റ് ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ചവരൊക്കെ എല്ലാവരും ഷമ്മി തിലകനും അതുപോലെ രഞ്ജി പണിക്കറും അത് കൂടാതെ പിന്നെ ഒട്ടേറെ കാസ്റ്റൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. എല്ലാവരും റോൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ടെക്നിക് വശമൊക്കെ അത്യാവശ്യം നല്ല കിടിലുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വേറൊരാളുടെ സഞ്ജു ശിവറാം ഇത് ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ നന്നായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് വന്നത്. എന്നാൽ വലിയ അമിത എക്സ്പെക്റ്റേഷൻ കൂടാതെ കാണാൻ പറ്റുന്ന പടമാണ്. പക്ഷേ ലാസ്റ്റത്തെ എൻട്രി ശരിക്കും കത്തിച്ചു എന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം. അഹമ്മദ് അലിയുടെ എൻട്രി കിടുവായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഖലീഫ എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 3.5 അപ്പോൾ സിനിമ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക എൻ്റെ തികച്ച് വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് ഈ സിനിമ കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. പക്ഷേ ഞാനിവിടെ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് എന്തായാലും ഓവറോൾ പടം വർക്കായി. നല്ലൊരു തിയേറ്റർ അനുഭവം നൽകി. അത്രേ ഉള്ളൂ. അപ്പോൾ സിനിമ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. അപ്പോൾ നാളെ ഞാൻ ബത്തലഹേം കുടുംബം നിവിൻ പോളിയുടെ പടത്തിന് ഇവിടെ 3:30 ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുമായിരിക്കും. അതുവരെയ്ക്ക് സ്റ്റിൽ വെയിറ്റ് ആൻഡ് സുരാൻ.